നന്ദേട്ടാ, അതിദാരുണമായൊരു സംഭവമാണ് ഈ 2025 പുലർന്നപ്പോൾ കേരളം കേട്ടത്. തൃശ്ശൂരിൽ ഒരു യുവാവിനെ, ഒരു കുട്ടി, 14കാരനാണ്, കുട്ടിയെന്ന് തന്നെ പറയണം, തലേന്ന് രാത്രി കുത്തിക്കൊന്നു എന്ന വാർത്തയാണ് നമ്മൾ കേട്ടത്. എന്താ ഇത്, എന്താണ് ഈ സംഭവിച്ചിരിക്കുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നില്ല. പോലീസ് പറയുന്ന ഇതിനെ സംബന്ധിച്ച വിവരങ്ങൾ വളരെ വിചിത്രമായി തോന്നുന്നു. വളരെ ദയനീയമാണ് കേരളത്തിലെ ബാല്യ കൗമാരങ്ങളുടെ അവസ്ഥ. അങ്ങ് ഇതിനെ എങ്ങനെ കാണുന്നു? എനിക്ക് പലപ്പോഴും ഇതിനകത്ത് തോന്നുന്നത്, ഇതിപ്പോൾ ഈ മയക്കുമരുന്ന് മാഫിയയുടെ കൈപ്പിടിയിൽ ഒരു പരിധി വരെ കേരളം അകപ്പെട്ട മാതിരിയൊക്കെ തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ ചില വിദേശ രാജ്യങ്ങളിലൊക്കെയാണ് കേൾക്കാറ്, 10 വയസ്സുള്ള കുട്ടി ക്ലാസ്മേറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റിനെ വെടിവെച്ചു കൊന്നു, 10ാം ക്ലാസ്സുകാരൻ വേറെ ആളെ വെടിവെച്ചു എന്ന് കേൾക്കുന്നുണ്ട്. ഇത് സമാനമായിട്ടുള്ള രീതിയിലാണ് 14ഉം 15ഉം വയസ്സൊക്കെ പ്രായമുള്ള ചെറിയ പിള്ളേർ അവരവിടെയുള്ള തേക്കുംകാട് മൈതാനത്ത് എത്തുക, എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കൂടുതലുള്ള ആളെ കത്തിക്ക് കുത്തുക, എന്തായാലും മരിച്ചു പോവുക. ഇതൊരു അതിഭീകരമല്ലേ ഇത്? ഇതെനിക്ക് എന്താ പോലീസിന് പോലും എന്താ പറ്റുന്നത്? ഇത്തരം വിഷയങ്ങൾ എന്തുകൊണ്ട് പോലീസിന് മനസ്സിലാവുന്നില്ല? ഞാൻ പിന്നെ അതിനെക്കുറിച്ച് കേട്ടത്, ഈ പറയുന്ന 2 കുട്ടികളും 15 വയസ്സിനിടയ്ക്ക് തന്നെ സ്കൂളിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണം മയക്കുമരുന്നായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് മയക്കുമരുന്ന് മാഫിയയുടെ ബന്ധക്കാര്യത്തിലുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതല്ലേ? അതിന് വളരെ സാധ്യതയുണ്ടെന്നേ. മയക്കുമരുന്ന് മാഫിയയുടെ ടാർഗറ്റ് എന്തൊക്കെയാണെന്ന് അറിയില്ല. ഇപ്പോൾ തൃശ്ശൂർ നടന്നതിൻ്റെ പേരിൽ തൃശ്ശൂർ പൂരം ഇവരുടെ ടാർഗറ്റ് ആണെന്ന് അറിയില്ല. ഒരുപക്ഷെ ഏപ്രിൽ നടക്കാൻ പോകുന്ന തൃശ്ശൂർ പൂരത്തിന് മുന്നായിട്ടുള്ള കേളികൊട്ടാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. കാരണം ഇപ്പോൾ തന്നെ അവിടെ ഒരു മരണം ഉണ്ടായിരിക്കുന്നു, ഒരു കത്തിക്കുത്തുണ്ടായിരിക്കുന്നു, ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരിക്കുന്നു, മയക്കുമരുന്നുകാർ അവിടെ തേക്കുംകാട് മൈതാനത്ത് അവരുടെ സ്വാധീനം ഉണ്ടെന്നുള്ളൊരു ബോധ്യം വന്നിരിക്കുന്നു. അപ്പം നാളെ ഇതിനേക്കാളും കൂടുതൽ വേണം സംഭവിക്കാമല്ലോ. അപ്പോൾ ഒരു പൂരം അട്ടിമറിക്കൽ മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ അവിടെ ആളുകളെ കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിച്ചേർന്നാൽ പോലീസിൻ്റെ നിസ്സഹായാവസ്ഥയെ കൂടി, അരാജകത്വം, ഒരു സംശയമില്ല കാര്യത്തിൽ പോലീസിൻ്റെ നിസ്സഹായാവസ്ഥ അതിനകത്തുണ്ട്, പോലീസിൻ്റെ കെടുകാര്യസ്ഥ അക്കാര്യത്തിലുണ്ട്. അവർ ഈ വിഷയം ഒന്നും കൂടി പഠിക്കേണ്ടതല്ലേ? അങ്ങ് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഞാനത് ചോദിക്കാം. അതായത് ആദ്യം പുറത്തു വന്ന കഥ ഈ യുവാവിൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി പിടിച്ചു വാങ്ങിച്ചു കുത്തി എന്നാണ്. പക്ഷേ ഈ യുവാവിനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ വളരെ ശക്തമായ നിലപാടുമായിട്ട് പോലീസിൻ്റെ അടുത്തെത്തി. അവർ പറഞ്ഞു, ഒരു കാരണവശാലും അദ്ദേഹം കത്തി കൊണ്ട് നടക്കുന്ന ആളല്ല. അങ്ങനെ പോലീസ് ആ ഒരു സമ്മർദ്ദം ഉണ്ടായപ്പോഴാണ് കൂടുതൽ അന്വേഷിച്ചതും ഈ പയ്യൻ സ്ഥിരമായിട്ട് കത്തി കൊണ്ട് നടക്കുന്ന ആളാണെന്ന് തെളിയുന്നത്. അപ്പോൾ ഇതെന്തോ അതിൻ്റെ പുറകിൽ എന്തോ ഒരു വളരെ ദുരൂഹതയാണ് തോന്നുന്നത്. ഒരു 14 വയസ്സുള്ള ഒരു കുട്ടി കയ്യിൽ കത്തിയുമായിട്ട് നടക്കുക, മയക്കുമരുന്ന് ഉപയോഗിക്കുക, എന്നിട്ട് അവസരം കിട്ടിയപ്പോൾ ഒരാളെ കുത്തിക്കൊല്ലുക. ഇതാണ് അതിന് വലിയ സാധ്യതയുണ്ടെന്നേ. കാരണം ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ കായംകുളത്തിൻ്റെ ഒരു 9 യുവാക്കളെ പിടിച്ചു. ആദ്യം പറഞ്ഞു 90 ഗ്രാം മയക്കുമരുന്നാണെന്ന് പറഞ്ഞു, കഞ്ചാവാണെന്ന് പറഞ്ഞു. പിന്നെ 30 ഗ്രാം ആക്കി, പിന്നെ 3 ഗ്രാം ആക്കി. ഈ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ പണിയെന്താ? എനിക്ക് മനസ്സിലാവാത്ത വസ്തുതയാണ്. ഇവർക്കൊക്കെ ഇക്കാര്യത്തിൽ പങ്കുണ്ട്, ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇക്കാര്യത്തിൽ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എറണാകുളത്തൊക്കെ തന്നെ എത്ര സംഭവം നടന്നു അറിയാം. പെൺകുട്ടികളുടെ പ്രശ്നമുണ്ട് എറണാകുളം സിറ്റിക്കകത്താണ്. ആരെ പോലീസ് പിടിച്ചത്? ആരെവിടെ ശിക്ഷിക്കപ്പെട്ടത്? ആരും ഒന്നും ഉണ്ടായില്ലല്ലോ. ഇവിടെ പനങ്ങാട് ഒരു സിനിമാ താരത്തിൻ്റെയാണ് വീട് കയറി ആക്രമിച്ചു ചെല്ലെന്ന് പറഞ്ഞു. എവിടെ എത്തി കേസ്? എവിടെ എത്തി? എവിടെ അന്വേഷണം പോയത്? ഏതാ സിനിമാ താരം? അദ്ദേഹത്തിൻ്റെ പേര് പുറത്തു വന്നോ? ഒന്നും വന്നില്ലല്ലോ. എന്താ കാരണം? ഇവിടെ കുണ്ടന്നൂരിൽ ഞാനൊക്കെ താമസിക്കുന്നതിൻ്റെ വീടിൻ്റെ അടുത്തൊരു ഹോട്ടലിൻ്റെ താഴത്തെ ഫ്ലോറിൽ അവിടുത്തെ ഏതൊരു താമസിക്കുന്ന ആളെന്നൊക്കെയാണ് പറഞ്ഞത്. അയാൾ വന്നിട്ട് താഴേക്ക് ഇറങ്ങി വന്നിട്ട് അവിടെ ഷൂട്ട് ചെയ്തു എന്നാണ് 2 പ്രാവശ്യം. ഇതെന്ത് വെടിവെക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഇവരെല്ലാം മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്ന മയക്കുമരുന്നിൻ്റെ ആളുകൾ തന്നെയാണ്. ഇവരെ ഒന്നും പിടിക്കാനായിട്ടൊരു സംവിധാനം ഇല്ല ഇവിടെ. ഇതിനകത്തൊന്നും കേസും ഇല്ല. കേസൊക്കെ വരുന്ന സമയത്ത് ഇവരൊക്കെ വളരെ വലിയ വലിയ ആളുകളുടെ സ്വന്തക്കാരാണ്. ഈ വലിയ ആളുകളുടെ സ്വന്തക്കാരായിട്ട് ഇവരൊക്കെ കേസിൽ നിന്ന് മാറും. അവിടെ പോലീസും ഇല്ല, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും ഇല്ല, ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഇല്ല. ആകെ സാധാരണക്കാരൻ്റെയാണ് പ്രശ്നമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയുടെ ഗ്രൂപ്പ് ഉണ്ടാവണം. ആ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അമ്മയുടെ പേരൊക്കെ പറഞ്ഞിട്ട് വലിയ വാർത്ത വരും. ആ ഗ്രൂപ്പൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അമ്മയുടെ പേരും വരില്ല, അച്ഛൻ്റെ പേരും വരില്ല, മക്കളുടെ പേരും വരില്ല, ആരുടെ പേരും വരില്ല. അതല്ലാത്തിന് മാത്രമാണ് വാർത്ത വരിക. വാർത്ത വന്നതിൻ്റെ പിന്നിലൊക്കെ മറ്റേ കേസിൽ, കായംകുളം കേസിൽ അമ്മയായിട്ടുള്ള പാർട്ടി ഗ്രൂപ്പിൻ്റെ പ്രശ്നമെന്നുള്ളവർക്ക് സാമാന്യം അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. അതല്ലാത്തൊരു കേസ് ഇവിടെ പിടിക്കപ്പെടുന്നില്ലെന്നേ. മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കേസും പിടിക്കപ്പെടുന്നില്ല. ആ കേസിലൊക്കെ പ്രതികൾ രക്ഷപ്പെടുകയാണ്. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം കൂടി ഓർമ്മ വരുന്നത്. അതായത് ഈ തൃശ്ശൂർ കേസിൽ ഇവരോടൊപ്പം 2 പെൺകുട്ടികളും ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഈ പെൺകുട്ടികളുമായിട്ട് രാത്രി, ഇതൊരു 8 മണി 8:45 ആയപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഈ പെൺകുട്ടികളുമായിട്ട് എന്തിവിടെ ഇരിക്കുന്നു
എന്നെങ്ങോട്ടോ ചോദിച്ചു ഇയാൾ, ഈ കൊല്ലപ്പെട്ട ചെറുപ്പക്കാരൻ. അതിനെ തുടർന്നുള്ള തർക്കം, വഴക്ക് ഏതാണ്ട് അരമണിക്കൂർ നീണ്ടു എന്നാണ് പറയുന്നത്. ഈ അരമണിക്കൂറിനൊടുവിലാണ് ഇവൻ ഈ കത്തിയെടുത്ത് ഈ പയ്യൻ ഇയാളെ കുത്തുന്നത്. ഇങ്ങനൊരു സംഭവം കൂടി അതിനകത്ത്. അല്ല, ആ ഒരു സംഭവം കൂടി കേട്ടിരുന്നു അതിനകത്ത്. ഇപ്പൊ ഈ പെൺകുട്ടികൾ ഒന്നിച്ച് യാത്ര ചെയ്യുന്നു, മയക്കുമരുന്ന് അതായത് ഒരുതരം ഈ പയ്യൻ, ഈ യുവാവ് സദാചാര പോലീസിങ്ങിന് ശ്രമിച്ചു, അതിലുണ്ടായ സംഘർഷത്തിൽ ഇയാൾ കൊല്ലപ്പെട്ടു എന്നൊക്കെയാണ്. എനിക്കതിന് സദാചാര പോലീസിൻ്റെ വാക്കിനകത്ത് എനിക്ക് വലിയ ഇതുണ്ട്. ഇപ്പം ഞാനൊക്കെ ചെറുപ്പകാലത്ത് നാട്ടിൻപുറത്ത് നമ്മളൊക്കെ വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ അല്പം വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വീടിൻ്റെ പുറത്തിരിക്കുന്ന ആളുകൾ വീട്ടുകാരോട് ചോദിക്കും, അവനോട് പോയാന്ന് ചോദിക്കും. ഇതങ്ങനത്തെ ഒരു അയൽവക്കത്ത് അങ്ങനത്തെ ഒരു ബന്ധം ഉണ്ടായിരുന്നു, ഒരു കുടുംബ ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ കുടുംബ ബന്ധത്തിന് മുഴുവൻ തകർത്തത് സദാചാര പോലീസുള്ള പേരിട്ട് ഇതിനെ ആക്ഷേപിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഈ പറയുന്ന മയക്കുമരുന്ന് മാഫിയയാണ്. മയക്കുമരുന്ന് മാഫിയയുടെ ചിലരൊക്കെ തമ്മിൽ ബന്ധമുണ്ട്, അവിഹിതമായിട്ടുള്ള ബന്ധം. അവരാണ് കാരണം ആരും ആരോടൊന്നും ചോദിക്കാൻ പാടില്ല. പെൺകുട്ടികൾ വൈകി വന്നാൽ ചോദിച്ചുകൂടാ, ആൺകുട്ടികൾ വൈകി വന്നാൽ ചോദിച്ചുകൂടാ, അവർ മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ ചോദിച്ചുകൂടാ. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്. ഒന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, ഒന്ന് ഭക്ഷണത്തിലെ സ്വാതന്ത്ര്യമാണ്, ഒന്ന് അവരുടെ ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്, വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ഇങ്ങനെ 100,000 സ്വാതന്ത്ര്യം പറയും. ഈ സ്വാതന്ത്ര്യമൊക്കെ പറഞ്ഞിട്ട് അതിനെ ആരെങ്കിലും വീട്ടുകാർ ചോദിച്ചാൽ പോലും പറയുന്നത് സദാചാര പോലീസിനെ വീട്ടുകാരെ വിളിക്കുക. അങ്ങനെയുള്ള ഒരാൾ ചുമര സമരം ഉണ്ടായതല്ലോ, അവസാനം ചുമര സമരം വരെ നടത്തി. ഒരു പ്രദേശത്തുള്ള ആളുകൾക്ക്, അയൽവക്കത്തുള്ള ആളുകൾക്ക് താമസിക്കാൻ പറ്റാത്ത രീതിയിൽ പ്രശ്നം വന്ന സമയത്ത് അവർ പരാതി കൊടുത്തതാണത്. അപ്പോൾ ഇതിനെ ഇവരിങ്ങനെ സദാചാര പോലീസ് വിളിച്ച് ആക്ഷേപിക്കാനുള്ള കാരണം ഇവർക്ക് നിർബാധം മയക്കുമരുന്നിൻ്റെ കച്ചവടം നടത്തണം, അതിനുള്ള സാഹചര്യം ഉണ്ടാക്കണം. ഈ സാഹചര്യത്തെ ചോദ്യം ചെയ്ത സമയത്ത് അവരതിനെതിരായിട്ട് കത്തി ഉപയോഗിക്കുന്നുള്ളതിന് ഉറപ്പാണ്. ആ കത്തി ഉപയോഗിക്കാൻ ഒരു കത്തി കൊടുത്തവർ ചില പിള്ളേരെ വിട്ടുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഒരു ശക്തമായിട്ടുള്ള അന്വേഷണം നടക്കണം. ഇതിൻ്റെ പിന്നിലെ ബ്രെയിൻ വേറെയാണ്. ഈ പിള്ളേരെന്നൊക്കെ പറഞ്ഞാൽ മയക്കുമരുന്ന് വിൽക്കുന്ന പിള്ളേർ മാത്രമാണ്. ഇപ്പോൾ എറണാകുളത്തൊരു അറിയപ്പെടുന്ന സ്കൂളിൽ അങ്ങനത്തെ പ്രശ്നം ഉണ്ടായാലും ഒരു പെൺകുട്ടി അവിടെ രാവിലെ 11:30 മണിക്ക് മയക്കുമരുന്നുമായിട്ട് അവൾ പഠിക്കുന്ന വിദ്യാലയത്തിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ബസ് സ്റ്റോപ്പിൽ വന്നു. അവളെ പോലീസ് പിടിച്ചു. എൻ്റെ അവസാനം കേസോടെ പോയി, ഒരു കേസും ഉണ്ടായില്ല. കേസുണ്ടാവാതിരിക്കാൻ കാരണം എന്നുണ്ടെങ്കിൽ സ്കൂളുകാർക്ക് ഒരു ബന്ധമില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അറിയപ്പെടുന്ന മയക്കുമരുന്ന് മാഫിയ ഇവർക്ക് നല്ല ടെലിഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നു, ഐഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നു, വേണ്ടത്ര പണം കൊടുക്കുന്നു, വലിയ ആഹാരം കൊടുക്കുന്നു, ഇവരിത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നു. അവസാനം ഈ പറയുന്ന 8ലും 9ലും 10ലൊക്കെ പഠിക്കുന്ന പിള്ളേരാണ് ഇവിടെ നിന്ന് മയക്കുമരുന്ന് ചെറിയ പൊതിക്കെട്ടായിട്ട് ആളുകൾക്ക് വിതരണം ചെയ്യുന്ന രീതിയിൽ അവരെ കൊണ്ട് ഉപയോഗിക്കുന്നു. ഇതിനെ തടസ്സപ്പെടുത്താൻ നമ്മുടെ പോലീസിന് സാധിക്കുന്നില്ല, അഥവാ പോലീസ് ശ്രമിക്കുന്നില്ല. പോലീസ് ശ്രമിച്ചാൽ മേലെയുള്ള ആളുകളുടെ ഇടപെടലുണ്ടാവും. വളരെ വലിയ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് അറിയാം. എനിക്കത് രാഷ്ട്രീയ സമ്മർദ്ദമാണോ, രാഷ്ട്രീയക്കാരെ കൊണ്ട് സമ്മർദ്ദം ചെലുപ്പിക്കുന്നതാണോ എന്ന് കൂടി എനിക്ക് സംശയമുണ്ട് അക്കാര്യത്തിൽ. ഈ കാര്യത്തിലൂടെ പലർക്കും വലിയ വലിയ പങ്കുണ്ട്. വലിയ മഹാന്മാരായിരിക്കുന്ന ആളുകൾക്ക് ഈ കാര്യത്തിൽ വലിയ പങ്കുണ്ട്. ഈ വലിയ തോതിൽ ഇലക്ഷൻ ഫണ്ട് വരുന്നുണ്ട് പാർട്ടികൾക്കൊക്കെ. അതെ, അത് ഈ മയക്കുമരുന്ന് മാഫിയയിൽ നിന്നാണ് എന്നുള്ളൊരു ആക്ഷേപം വളരെ ശക്തമാണ്. വളരെ ശക്തമായിട്ടുള്ള ആക്ഷേപമാണ് എല്ലാ സ്ഥലത്തും ഉണ്ടത്. അത് പാകിസ്ഥാൻ വഴിക്ക് വന്നിരുന്നുള്ള ആക്ഷേപം ഉണ്ടായിരുന്ന ഒരു സമയത്ത്, അഫ്ഗാനിസ്ഥാൻ വഴിക്ക് വന്നിരുന്നുള്ള ആക്ഷേപമുണ്ട്. ഇങ്ങനെ മയക്കുമരുന്ന് സാധാരണ ആളുകൾ ടൺ കണക്കിന് മയക്കുമരുന്നാണ് നമ്മുടെ ഈ കടൽ സമുദ്രാതിർത്തിക്കുള്ളിൽ നിന്ന് നേവിയും കോസ്റ്റ് ഗാർഡും ഒക്കെ പിടിക്കുന്നത്. അങ്ങനെയാണത്. ഗുജറാത്ത് തീരത്തുണ്ട്, ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് വന്നാൽ നമ്മുടെ ബംഗാൾ ഉൾക്കടലിൽ അതുണ്ട്. അത് ടൺ കണക്കിന് പിടിച്ചെടുത്ത് നശിപ്പിച്ചു കഴിഞ്ഞു. ഇത് നമ്മുടെ കുടുംബാന്തരീക്ഷത്തെ തകർക്കുകയാണ്. ഇപ്പോൾ തൃശ്ശൂരിലുണ്ടായിരിക്കുന്ന സംഭവം അതിൻ്റെ അവസാന സംഭവമാണ്. എന്ന് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാവുന്ന സംഭവമാണ്. ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ട സംഭവമാണ്. ഇതിനെക്കുറിച്ച് വലിയ പഠനം ആവശ്യമാണ്. അല്ലെങ്കിൽ ഇത് വലിയ പ്രശ്നമായിട്ട് നടപടികൾ ആവശ്യമാണ്. കാരണം ആളുകൾ തമ്മിലുള്ള കുടുംബ ബന്ധങ്ങളും വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ നശിപ്പിക്കുന്ന രീതിയിലേക്കാണ് മയക്കുമരുന്ന് മാറുന്നത്. തീർത്തും ഭയാനകമായ ഒരു അവസ്ഥയാണ് അതിന്. കാരണം ആദ്യകാലത്ത് ഈ കേരളത്തിൽ കുറേ കള്ള് ഷാപ്പൊക്കെ ഉണ്ടായിരുന്നു. ഈ കള്ള് ഷാപ്പ് മുഴുവൻ അടപ്പിക്കാൻ വേണ്ടി ചില ആളുകൾ സമരം നടത്തി. ഈ കള്ള് ഷാപ്പ് അടപ്പിച്ച് അത് മുഴുവൻ ചാരായ ഷാപ്പാക്കി. ആ ചാരായ ഷാപ്പ് മുഴുവൻ അടപ്പിച്ചാണ് മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നത്. അത് കഴിഞ്ഞിപ്പം മറ്റേ ബിവറേജസും ഉണ്ട്. ഇപ്പം ഈ പറയുന്ന സംവിധാനങ്ങളൊക്കെ അത്യന്തം അപകടകരമായിട്ട്, കള്ള് ഷാപ്പിനേക്കാൾ അത്യന്തം അപകടകരമായുള്ള രീതിയിലേക്കാണ് ഈ പറയുന്ന മയക്കുമരുന്ന് കച്ചവടം മാറിയിട്ടുള്ളത്. കാരണം മയക്കുമരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ അറിയ പോലുമില്ല, ഒരാളും അറിയില്ല എന്നിത്. ഇവൻ പിന്നെ എന്തൊക്കെ ചെയ്യുന്ന അവന് നിശ്ചയമില്ല. മാത്രമല്ല അതിനകത്ത് കൂടുതൽ കുടുങ്ങുന്ന ചെറിയ പിള്ളേരാണ്. മറ്റേക്ക് ചെറുപ്പക്കാർക്ക് മേലുള്ളവരാണ്. കള്ളുപിടിക്കുന്ന ആളുകളൊക്കെ 40-50 വയസ്സ് പ്രായമുള്ളവരാണ്, അല്ലെങ്കിൽ 60 വയസ്സ് 70 വയസ്സ് പ്രായമുള്ളവരൊക്കെ കള്ളുപിടിക്കുക. അവർ റോട്ടിൽ നിന്ന് വീഴും, അതോടെ പ്രശ്നം തീരും. അവരെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണ്. മയക്കുമരുന്നിൻ്റെ പ്രശ്നം അങ്ങനെയല്ല.
മയക്കുമരുന്ന് മൊത്തം സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഇത് ഞരമ്പിലേക്ക് ഇവിടെ വ്യക്തമാണല്ലോ, നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനെയാണ് കൊലക്കത്തിക്ക് ഇരയാക്കിയത്. അത് പോലീസിന് പിടിക്കാൻ പറ്റില്ല, പോലീസിനകത്ത് അന്വേഷണം തടയാൻ പറ്റുന്നില്ല. അന്വേഷണം നടത്തുന്നത് എവിടെയെങ്കിലും വെച്ചിട്ട് വഴിമുട്ടി പോകുന്നതിൽ പോലീസിന് നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ട് പോലീസ് വളരെ വെൽ ബാലൻസ്ഡ് ആയിട്ടാണ് അവിടെ അന്വേഷണം നടത്തുന്നത്. ഇന്നലെ തന്നെ അതിപ്പോഴും മയക്കുമരുന്ന് മാഫിയാണെന്ന് തറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് പോലീസ് തയ്യാറായിട്ടില്ല. ചില മാധ്യമക്കാരോട് ചില ക്ലൂ കൊടുത്തു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഇത് കർശനമായിട്ട് കൃത്യമായിട്ട് മയക്കുമരുന്ന് മാഫിയയുടെ ആസൂത്രിതമായുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് അവിടെ തൃശ്ശൂർ തേക്കിങ്ങാട് മൈതാനത്ത് നടന്നില്ല കൊലപാതകം എന്ന് പോലീസ് ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല. അതിന് കാരണം പോലീസിൻ്റെ ചില താല്പര്യങ്ങളാണ്. അങ്ങനെ വരുമ്പോഴാണ് 90 ഗ്രാം പിടിക്കുന്ന സാധനം 30 ഗ്രാം പിടിക്കുന്ന സാധനം 3 ഗ്രാമൊക്കെ ആയിട്ട് മാറുകയും പലരും രക്ഷപ്പെടുകയും ചെയ്യുക. രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നൊരു പരിപാടിയുണ്ട്. അതിനകത്ത് രാഷ്ട്രീയം കൂട്ടിക്കലർത്തി അല്ലെങ്കിൽ ചില ആളുകളുടെ ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വലിയൊരു ശാപത്തിലേക്കാണ് കേരളത്തേക്ക് എത്തിക്കുക. കാരണം അല്ലെങ്കിൽ തന്നെ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ നാട് വിട്ടുകൊണ്ടിരിക്കുക. കാരണം കേരളത്തിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് സാമാന്യ മര്യാദക്കാരായിട്ടുള്ള ചെറുപ്പക്കാർ കേരളത്തിൽ നിന്ന് ഓടിപ്പോകാനുള്ള സാഹചര്യമാണ് ഇതുപോലെ ഉണ്ടാവുക. കാരണം കുറച്ച് കുഴപ്പക്കാർ മാത്രം അവശേഷിക്കുന്ന രീതിയിൽ കേരളത്തെ മാറ്റും. അതൊരു നല്ല ലക്ഷണമല്ല, അത്യന്തം അപകടകരമാണ്. രാഷ്ട്രീയത്തിനുപരിയായിട്ടുള്ള പ്രശ്നമാണിത്. അതിനുപരിയായിട്ട് തന്നെ നമ്മൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ കേരളം തൃശ്ശൂർ പൂരം കലക്കാനുള്ള ശ്രമം ഇതിന് പിന്നിലുണ്ടാവും. അതിനോടൊപ്പം തന്നെ കേരളത്തിൻ്റെ മുഴുവൻ സാമൂഹ്യ അന്തരീക്ഷത്തെ മലീമസമാക്കാനുള്ള ശ്രമവും കൂടി ഇതിൻ്റെ പിന്നിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമ്മുടെ ഉത്സവങ്ങളെയും ആഘോഷങ്ങളെയും ഒക്കെ തുരങ്കം വയ്ക്കാൻ, അതും ഈ ബാല്യകൗമാരങ്ങളെ ഉപയോഗിച്ച്, അതാണ് അതിൽ ഏറ്റവും ഭയാനകമായൊരവസ്ഥ. അതെ, അങ്ങനെ ഇതിനെ നശിപ്പിക്കാനായിട്ട് ഒരു വലിയ ശ്രമം എവിടെയോ ആരോ ഒളിഞ്ഞിരുന്ന് നടത്തുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇത് രണ്ട് തരത്തിലാണ്. ഒന്നുകിൽ കുട്ടികളെ മുഴുവൻ പുറത്തേക്ക് കൊണ്ടുപോവുക, വിദേശത്തേക്ക് കൊണ്ടുപോവുക, ബാക്കി അവശേഷിക്കുന്ന ആളുകൾ മയക്കുമരുന്ന് കൊടുക്കുക. ഇത് കേരളത്തെ മൊത്തം നശിപ്പിക്കാനുള്ള ശ്രമമാണത്. അതെ, കേരളം ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ, നമുക്ക് നിർവചിക്കാൻ പറ്റാത്ത ഒരു തരത്തിൽ കേരളം പോയിക്കൊണ്ടിരിക്കും. അതെ, വലിയ ശക്തമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട്. കടുത്ത നടപടികൾ വേണം. കുറ്റവാളികൾ ഉറപ്പായിട്ടും കർശനമായ ശിക്ഷിക്കപ്പെടണം അവർക്ക്. അതെ. അപ്പോൾ അതിൻ്റെ പിന്നിൽ ആരൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഇതിനകത്ത് ഏതെങ്കിലും മുന്നിൽ നിൽക്കുന്ന ആ രണ്ട് പിള്ളേരെ പിടിച്ചിട്ട് 14 വയസ്സ് 15 വയസ്സാണ്, അതുകൊണ്ട് അവൻ നിർഗുണ പരിഹാര പാഠശാലയിൽ കൂടുതൽ ശിക്ഷ കിട്ടില്ല. ഇല്ലെന്നോ ശിക്ഷയും കിട്ടില്ല. അവരെ അയക്കാൻ വേണ്ടി ഇവിടെ ദുർഗുണ പരിഹാര പാഠശാലയിലേക്കാണ് കാക്കനാട്, അവിടേക്ക് കൊണ്ടുവരുവര്. അവരവിടെ നിന്ന് ചാടിപ്പോവുകയും ചെയ്യും ഒരു കൊല്ലം കഴിഞ്ഞാൽ. അങ്ങനെയാണ് ഇതിനു പലരും ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ ഇദ്ദേഹത്തിന് നിർഭയയുടെ കേസുണ്ടായിരുന്നു ഡൽഹിയിൽ. എന്താ കേസുണ്ടായത്? അവന് 16 വയസ്സ് പ്രായമുള്ളൂ, അതുകൊണ്ട് അവൻ ചെറിയ കുട്ടിയാന്ന് പറഞ്ഞ് അവൻ രക്ഷപ്പെടുത്തിയ കേസ് 3 വർഷം കഴിഞ്ഞപ്പോൾ അവൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സംഭവം ഉണ്ടാവുന്നുണ്ട്. ഇത് ഒരു അപകടം പിടിച്ചൊരു സാധനമാണത്. നടപടി വേണം ഇതിനെതിരായിട്ട്. തീർച്ചയായിട്ടും നമുക്ക് സർക്കാർ ഉചിതമായിട്ട് പ്രവർത്തിക്കുമെന്ന് കരുതാം. ഉണർന്ന് പ്രവർത്തിക്കട്ടെ സർക്കാർ. ഈ കുറ്റവാളികൾ എത്ര വലിയവരാണെങ്കിലും അവരെ ഇരുമ്പഴിക്കുള്ളിൽ എത്തിക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ ധർമ്മം. അത് സർക്കാരും പോലീസും. ആകെയുള്ള സംശയം കേരളത്തിന്റെ പേരിൽ ഇതൊക്കെ പറ്റുമെന്നാ. കേരളത്തിന് വെളിയിലാണെങ്കിൽ രാഷ്ട്രീയക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പറയുന്ന മാഫിയൊക്കെ അറസ്റ്റ് ചെയ്യാം. കേരളത്തിലാണെങ്കിൽ ആരെയും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് അന്വേഷണം നടക്കില്ല, കേരളത്തിൻ്റെ വേറെ മന്ത്രിമാർക്കെതിരായിട്ട് അന്വേഷണം നടക്കില്ല. ആകെ ശിക്ഷിക്കപ്പെട്ട ഏക മന്ത്രിയായിട്ട് R ബാലകൃഷ്ണപിള്ള മാത്രമാണ്. കാരണം അത് അയാളുടെ സമുദായത്തിന് ശക്തിയില്ലാത്തതുകൊണ്ടാണ്. ദുർബലന്മാരുടെ സമുദായത്തിൽ പെടുന്ന ആളുകൾ മാത്രമേ ശിക്ഷിക്കപ്പെട്ടുള്ളൂ, അല്ലാത്തവരാരും ശിക്ഷിക്കപ്പെട്ടില്ല എന്നാണ് കേരളത്തിൻ്റെ ചരിത്രം പറയുന്നത്. പക്ഷേ കേരളം വിട്ട് മറ്റു സ്ഥലത്താണ് മുഖ്യമന്ത്രി ജയലളിതയ്ക്ക് അറസ്റ്റിലാവാം, കെ കരുണാനിധി അറസ്റ്റിലാവാം, അല്ലെങ്കിൽ യെദ്യൂരപ്പ കർണാടകത്തിൽ അറസ്റ്റിലാവാം. ഏത് മന്ത്രി, ചിദംബരം കേന്ദ്രത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു, ആ പുള്ളിക്ക് പോലും ജയിലിൽ കിടക്കാം. പക്ഷേ കേരളത്തിലൊരു MLA യോ MP യോ അഴിമതി കാണിച്ചാലും മയക്കുമരുന്ന് പിടിച്ചാലും ആ പുള്ളി അറസ്റ്റ് ചെയ്യാനായിട്ട് യാതൊരു സംവിധാനവും കേരളത്തിലില്ല. അത് കേരളം നമ്മൾ നമ്പർ 1 കേരളമാണ്. അതൊരു വേറെ ലെവലാണ് അതിൻ്റെ.